ഞാൻ പറഞ്ഞതാണ് റീഫണ്ട് തന്നോളൂ എന്ന് പറഞ്ഞപ്പം ഈ പരാതിക്കാരിയായ ആര്യ എനിക്ക് അയച്ച മെസ്സേജാണ്, റീഫണ്ട് ചെയ്യാതെ എനിക്ക് ജോബ് വിസ ചെയ്തു തരൂ, ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും പോവാം UK, കാരണം വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, മുമ്പ് ഒരു ഏജൻസിക്ക് കൊടുത്തു അതും ശരിയായില്ല, വീട്ടിലെല്ലാവരും വേണ്ട ഇനി പോകണ്ട എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി എനിക്ക് മെസ്സേജ് അയച്ച് കുറെ ഇമോഷണലി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തതാണ്. ഓക്കെ, ഇതാ ആര്യൻ്റെ ഇതിനകത്ത് വാട്സപ്പ് വഴി എനിക്ക് അയച്ച മെസ്സേജ് ആണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, കാൻഡിഡേറ്റിനോട് പറഞ്ഞു നമുക്ക് ഈ 11 ഇമിഗ്രേഷന്, കാരണം പലരും ദൂരെ നിന്നിട്ട് ഓൺലൈൻ വഴിയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്, കണ്ടിട്ടില്ല ആരും. ഞാൻ പറഞ്ഞു നിങ്ങൾ വരൂ, നമുക്ക് അവനോട് പറഞ്ഞിട്ട് പല പല കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പൈസ വേണ്ടിയിട്ട് റീഫണ്ട് വാങ്ങാൻ തീരുമാനിച്ചത്. ചിലവർ പോകുന്നില്ല, ചിലവർ വേറെ ഏജൻസി വഴി, ചിലവർ റൂൾസ് ചേഞ്ച് ആവുന്നുണ്ട്, പ്ലാൻ ഡ്രോപ്പ് ചെയ്ത്, അങ്ങനെ നമ്മൾ തമ്മിൽ എന്ത് ചെയ്ത് ഒരു ധാരണയിൽ എത്രയും കാൻഡിഡേറ്റുമായിട്ട് അത് പ്രകാരം ഇവിടെ കാലിക്കറ്റ് ഒരു സ്ഥലത്ത് വെച്ച് തന്നെ ബിസിനസ് ബേസിൽ വെച്ച് തന്നെ ഈ 11 ഇമിഗ്രേഷൻ നടത്തിപ്പുകാരെ ഭാര്യയും ഭർത്താവും അവരുടെ ഒരു ഹൈക്കോർട്ട് വക്കീലും അതുപോലെ തന്നെ അവരുടെ കുറച്ച് പാർട്ടിക്കാരും എല്ലാവരും വെച്ച് അവിടെ നമ്മുടെ കാൻഡിഡേറ്റിനെ വിളിച്ച് വെച്ച് നമ്മളൊരു മീഡിയേഷൻ സംസാരിച്ചു. മീഡിയേഷൻ എന്നല്ല, പോകുന്നില്ല, കാരണം പിന്നെ ഇയാൾ ഫോൺ എടുക്കുന്നില്ല ഞാൻ വിളിച്ചിട്ട്. അതുവരെ ഏത് പാതിരാത്രിക്ക് ഫോൺ എടുത്തിരുന്ന ഇവര് പിന്നെ വിളിക്കുമ്പോൾ ചേച്ചി 12 മണിക്ക് ശേഷം വിളിക്കും, ഞങ്ങൾ ഉറങ്ങുക, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ എനിക്കും മനസ്സിന് എന്തോ ഒരു ഭയം ഇതായി.